നമുക്കൊരു കഥയിലൂടെ പറഞ്ഞു തുടങ്ങാം. ഞാനൊരു ജയിൽ പുള്ളിയാണെന്ന് കരുതുക. എനിക്ക് ജയിലിൽ ചാടാൻ ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എൻ്റെ മുൻപിൽ ഒരു വലിയ മതിൽ മാത്രം, ചുറ്റുവട്ടത്ത് ആരുമില്ല. ആ മതിലൊന്ന് ചാടിക്കടന്നാൽ എനിക്ക് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. മതിൽ ചാടിക്കടക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. മുകളിലേക്ക് ആഞ്ഞാഞ്ഞ് ഞാൻ ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ മതിലിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഒരു 90% അടുത്ത് വരെ എത്തുന്നുണ്ട്. ഒരു 10% കൂടെ മുകളിലേക്ക് ചാടാൻ സാധിച്ചിരുന്നെങ്കിൽ വളരെ അനായാസമായിട്ട് എനിക്ക് മതിൽ ചാടിക്കടക്കാൻ സാധിക്കും. പക്ഷേ അത് സാധ്യമാകുന്നില്ല. ഇനി ഒരു കാര്യം സങ്കല്പിക്കുക. ഞാനൊരു ജയിൽ പുള്ളി മാത്രമല്ല, മറിച്ച് ഒരു മന്ത്രവാദി കൂടിയാണ്. മുകളിലേക്ക് ആഞ്ഞു ചാടുന്നു. അതിനുശേഷം ഞാൻ ആ മന്ത്രം ഉരുവിടുന്നു. മന്ത്രം ഉരുവിട്ടതിന് ശേഷം അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയാണ്. പിന്നീട് പ്രത്യക്ഷനാകുന്നത് മതിലിൻ്റെ അപ്പുറത്താണ്. മതിലിൻ്റെ അപ്പുറത്ത് കൃത്യമായിട്ട് എനിക്ക് ചാടി ഇറങ്ങാൻ സാധിക്കുന്നു. ഞാൻ ജയിലിൽ ചാടിയിരിക്കുന്നു. ഇതൊരു കഥയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നടന്നതാണെങ്കിൽ നമ്മളതിനെ കൺകെട്ട് വിദ്യയെന്നോ മാജിക് എന്നോ മെൻ്റലിസം എന്നൊക്കെ ആയിരിക്കും വിശേഷിപ്പിക്കുക. പക്ഷേ ഇതൊന്നുമല്ലാതെ ശാസ്ത്രീയമായിട്ട് ഇതേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കാണുന്ന ഇത്രയധികം വലിപ്പമുള്ള മനുഷ്യരുള്ള ഈ ലോകത്തല്ല. ഈ മനുഷ്യരുടെയൊക്കെ ഉള്ളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള സകല പദാർത്ഥങ്ങളുടെയും ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ആറ്റങ്ങളെ കാണാൻ സാധിക്കും. ആ ആറ്റത്തിൻ്റെയും വളരെയധികം ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ആ ആറ്റത്തിനേക്കാൾ ചെറിയ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കും. ആ സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ലോകത്താണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്. 1980-കളിലൊക്കെ ഇത് വെറും തിയററ്റിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമായിരുന്നു. അന്നുണ്ടായിരുന്ന ഒരു ഗവേഷകരും ചിന്തിച്ചിട്ട് പോലും കാണില്ല ഇത് പ്രാക്ടിക്കലി നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിക്കാൻ സാധിക്കുമെന്ന്. അന്നത്തെ തിയറി ക്വാണ്ടം ടണലിംഗ് ആണ്. അത് ബാധകമാകുന്നത് ഇലക്ട്രോൺസ് പോലുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസിലുമാണ്. ഒരു ഇലക്ട്രോണിന് മുൻപിലുള്ള തടസ്സം മറികടക്കാനുള്ള ഊർജ്ജമില്ലെങ്കിൽ അത് ഒരിക്കലും മറികടക്കുകയില്ലെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷേ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഭാഷയിൽ അത് സാധിക്കും, ക്വാണ്ടം ടണലിംഗ് എന്ന ഒരു പ്രോസസ്സിലൂടെ. പിന്നീട് 1984-85 വർഷങ്ങളിൽ ഒരു വലിയ കൂട്ടം ഇലക്ട്രോണുകളിൽ ഇതേ പ്രക്രിയ തന്നെ സംഭവിക്കുമെന്ന് തെളിയിക്കപ്പെട്ടു. 1-2 ഇലക്ട്രോണുകളല്ല, ദശലക്ഷക്കണക്കിന് വരുന്ന ഇലക്ട്രോണുകൾ. പക്ഷേ അത്തരത്തിലുള്ളൊരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ആ ഇലക്ട്രോൺസിനൊക്കെ ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടായിരിക്കണം. ആ പ്രത്യേക അവസ്ഥയുടെ പേരാണ് സൂപ്പർ കണ്ടക്ടർ അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. ഒരു മെറ്റലിനെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തെ വളരെയധികം കുറഞ്ഞ താപനിലയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ഒരു താപനിലയുടെ വളരെ അരികിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണിന് ഈ ഒരു പ്രത്യേക അവസ്ഥയുണ്ടാകും. എല്ലാ എലമെൻറ്റുകളെയും 0 കെൽവിൻ അല്ലെങ്കിൽ -273 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 250 കെൽവിൻ അല്ലെങ്കിൽ -23 ഡിഗ്രി സെൽഷ്യസിൽ ലന്താനം ഡെക്കാഹൈഡ്രേറ്റിനെ നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു പദാർത്ഥമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് ഇലക്ട്രോണുകൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമില്ല. ഒരു തടസ്സവുമില്ലാതെ, ഒരു നാശനഷ്ടവുമില്ലാതെ ഇലക്ട്രോൺസിന് സഞ്ചരിക്കാൻ സാധിക്കും. അതായത് ഒരു ലോസുമില്ലാതെ വൈദ്യുതിയുടെ ഒരു പ്രവാഹമുണ്ടാകും. നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ് V = IR. അവിടെ പറയുന്ന R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തടസ്സമാണ്. സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇലക്ട്രോണുകൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തടസ്സവുമില്ലാതെ വൈദ്യുതി ഒഴുകിക്കൊണ്ടേയിരിക്കും. വൈദ്യുതിയുടെ ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കില്ല. ഇപ്പോൾ 2025 ആ കണ്ടെത്തലിന് അവർക്ക് നൊബേൽ പുരസ്കാരവും കിട്ടിയിരിക്കുന്നു. മന്ത്രവിദ്യയാണ്, ജാലവിദ്യയാണെന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ ആളുകൾ വിശേഷിപ്പിച്ചിരുന്ന ഒരു തിയറി, ആ തിയറി പ്രാക്ടിക്കലി തെളിയിക്കപ്പെടുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. ഗവേഷകർ പോലും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യമാണ് അവർ സാധ്യമാക്കി മാറ്റിയത്. അതുകൊണ്ട് മനുഷ്യർക്ക് എന്ത് പ്രയോജനമാണ്, ആളുകൾക്ക് എന്ത് ആപ്ലിക്കേഷനാണ് അത് തരുന്നതെന്നൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങളാണ് അത് നിലവിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ സമ്മാനിക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ അത് ക്വാണ്ടം കമ്പ്യൂട്ടറാണ്. ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ ഭാഷ ബിറ്റുകളിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. മെഷീൻ ലാംഗ്വേജ് 1-0, 1-ൻ്റെയും 0-ൻ്റെയും ഒരുപാട് കോമ്പിനേഷനുകൾ. അതൊരു സ്വിച്ച് പോലെയാണ്. ആ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ അത് 1 ആയിരിക്കും, അത് ഓഫ് ആയിരിക്കുമ്പോൾ അത് 0 ആയിരിക്കും.
പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ അവിടെ 1ഉം 0യും മാത്രമല്ല, ഒരേ സമയത്ത് 1ഉം ഒരേ സമയത്ത് 0യും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്വിച്ച് ഓൺ ആയിരിക്കാനും ഓഫ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരേ സമയം ഓണും ഓഫുമായിരിക്കാൻ സാധ്യതയുണ്ട്. അതങ്ങനെ സാധ്യമാക്കുന്നത് ക്വാണ്ടം ടണലിംഗ് ആണ്. നമുക്കിത് വളരെ സിമ്പിളായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നിങ്ങൾ ഒരു വലിയ കുന്ന് സങ്കല്പിക്കുക. ആ കുന്നിൻ്റെ 2 വശങ്ങളിലായിട്ട് 2 വ്യത്യസ്തമായിട്ടുള്ള താഴ്വാരങ്ങളുണ്ട്. ഇടതുവശത്തെ താഴ്വാരം അത് 0 അല്ലെങ്കിൽ അവിടെ വൈദ്യുതി ഇല്ല. വലതുവശത്തെ താഴ്വാരത്തിൽ 1 ആണ്, അല്ലെങ്കിൽ അവിടെ വൈദ്യുതി ഉണ്ട്. 0 അവസ്ഥയിലുള്ള ഇലക്ട്രോണിന് 1 എന്ന അവസ്ഥയിൽ എത്തിച്ചേരണമെങ്കിൽ ആ കുന്ന് കയറി അതിൻ്റെ അപ്പുറത്തിറങ്ങണം. പക്ഷേ കുന്ന് കയറാനുള്ള ശേഷി നമ്മുടെ ഇലക്ട്രോണിനില്ല. മുൻപ് പറഞ്ഞ ജയിൽ പുള്ളിയുടെ അതേ കേസ് തന്നെ. പക്ഷേ ഇലക്ട്രോൺ കുന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ആ കുന്നുകയറ്റത്തിൻ്റെ ശ്രമത്തിനിടയിൽ ഒരു പ്രത്യേക മന്ത്രമൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം ശാസ്ത്രത്തിൽ അങ്ങനെയുള്ള ഒരു മന്ത്രവുമില്ല. ക്വാണ്ടം ഫിസിക്സിൽ ഒരു പ്രതിഭാസം നടക്കുന്നു. ആ പ്രതിഭാസമാണ് ക്വാണ്ടം ടണലിംഗ്. ആ കുന്നിൻ്റെ ഇടയിൽ ഒരു ടണൽ രൂപപ്പെടുന്നു. ആ ടണലിൻ്റെ ഉള്ളിലൂടെ വളരെ പെട്ടെന്ന്, വളരെ അനായാസമായി ഇലക്ട്രോണിന് 1 എന്ന താഴ്വരയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇത് മറ്റൊരു സാധ്യതയ്ക്ക് കൂടി വഴിവെക്കുകയാണ്. ഇലക്ട്രോൺ 0ൽ നിന്നും ക്വാണ്ടം ടണലിങ്ങിലൂടെ 1ലേക്ക് പോകുമ്പോൾ അതിനിടയിലുള്ള ആ ഇൻസ്റ്റൻറ്റിൽ അത് 0ലുമല്ല, അത് 1ലുമല്ല, അത് 2നും ഇടയിലാണ്. അതായത് ഒരേ സമയം അത് 0ലുമാണ് 1ലുമാണ്. ഇതിനെയാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ 1ഉം 0യും മാത്രമല്ല, അഡീഷണലായിട്ട് ഒരു ബിറ്റ് കൂടിയുണ്ട്. അതാണ് ഒരേ സമയം 1ഉം 0യും ആകാനുള്ള സാധ്യത. ഇതിനെ നമ്മൾ ബിറ്റ് എന്ന് പറയില്ല. ഇത് 3ഉം നമുക്ക് ക്യൂബിറ്റുകളാണ്. ക്യൂബിറ്റുകൾ ഉപയോഗിച്ച് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ സാധ്യതകൾ അനന്തമാണ്. നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്ത വളരെ മാരകമായിട്ടുള്ള രോഗങ്ങളുടെ മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മരുന്നുകൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ രോഗമുണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള വൈറസിനെ കുറിച്ചുള്ള സകല വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിൻ്റെ സകല പ്രത്യേകതകളും അറിയാൻ സാധിക്കണം. ആ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തരുന്നതിൽ ക്വാണ്ടം കമ്പ്യൂട്ടറായിരിക്കും വിജയിക്കുക. സാധാരണ കൺവെൻഷണൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എത്ര യുഗങ്ങളെടുത്ത് പഠിച്ചാൽ പോലും ആ വിവരങ്ങൾ നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കില്ല. അതിനുശേഷം ആ വൈറസിനെ ഒതുക്കാൻ സാധിക്കുന്ന കെമിക്കലുകളുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാനും മനുഷ്യനോ അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾക്കോ പെട്ടെന്നൊന്നും സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് സാധിക്കും. അനവധി കോമ്പിനേഷനുകളുണ്ട്, ഒരുപാട് കെമിക്കലുകളുണ്ട്. ഓരോ കെമിക്കലുകളിലും എത്ര ശതമാനം വീതം ആ ഡ്രഗിൽ അടങ്ങിയിരിക്കണമെന്ന് നമുക്ക് കണ്ടെത്താം. കൂടാതെ ഇത്തരത്തിലുള്ള ഒരു ഡ്രഗ് ഒരു രോഗി കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ബാറ്ററികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വളരെയധികം ലൈഫ് ടൈം പീരീഡുള്ള ഒരു ബാറ്ററി, അതിന് കൂടുതൽ കപ്പാസിറ്റിയും ഉണ്ടായിരിക്കണം. ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ആ ബാറ്ററിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകളുടെ കോമ്പിനേഷനുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നമ്മളെ സഹായിക്കും. സോളാർ പാനലുകൾ നമ്മൾ വളരെ വ്യാപകമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി സാധാരണഗതിയിൽ കോൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഡാമുകൾ ഉപയോഗിച്ചിട്ടോ ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും ഊർജ്ജം നമുക്കിതുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ആ സോളാർ പാനലുകൾ ഒരു പ്രത്യേക മെറ്റീരിയലുകൾ കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായി സോളാർ എനർജിയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വൈദ്യുതി ഊർജ്ജമാക്കി മാറ്റാൻ സാധിക്കും. ആ കെമിക്കലുകളുടെ കോമ്പിനേഷൻ കണ്ടുപിടിക്കാനും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നമ്മളെ സഹായിക്കും. കുറഞ്ഞ ചെലവിൽ അനേകം യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഭാരക്കുറവുള്ള എന്നാൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു വിമാനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പല വിമാന കമ്പനികളും അത്തരത്തിലുള്ള ചിന്തകളിലാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡ്യൂറാ അലുമിനിയം ഒക്കെ പകരമായി വേറെയും കോമ്പിനേഷനുകൾ, വേറെയും അലോയികൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അലോയികൾ ഉണ്ടാക്കിയെടുക്കാനും ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെയർ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാണ്. അവിടെയുള്ള ഓരോ ഷെയറിൻ്റെയും വാല്യൂ എപ്പോൾ എങ്ങനെയൊക്കെ മാറുമെന്ന് കൃത്യമായിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. പലപ്പോഴും ഇതൊക്കെ ഊഹാപോഹങ്ങളായിട്ട് മാറുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പോലും ഇത് പലപ്പോഴും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ ക്വാണ്ടം കമ്പ്യൂട്ടറിന് ഒരുപാട് ഫീച്ചറുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിൻ്റെ പാറ്റേണുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ഷെയറും ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ ഏകദേശം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ആപ്പുകൾക്കൊക്കെ എങ്ങനെയാണ് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്? അതിനെ അത്തരത്തിൽ പ്രവർത്തനക്ഷമമാക്കി മാറ്റിയെടുക്കുന്നത് ഒരു ലേണിംഗ് പ്രോസസ്സാണ്. നമ്മളതിനെ മെഷീൻ ലേണിംഗ് എന്ന് വിളിക്കുന്നു. മെഷീൻ ലേണിങ്ങിന് വളരെയധികം കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റികൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വളരെ നൂതനമായിട്ടുള്ള GPUകൾ അനിവാര്യമാണ്. വളരെയധികം കാര്യശേഷിയുള്ള GPUകൾ നിർമ്മിക്കാനും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് നമ്മളെ സഹായിക്കും. സൈബർ സെക്യൂരിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതുപയോഗിച്ച് ഹാക്കേഴ്സിന് വേണമെങ്കിൽ നമ്മുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ സാധിക്കും. നമ്മൾ മറ്റൊരാൾക്ക് അയക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ആ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനിലെ ഡേറ്റ എൻക്രിപ്റ്റഡ് ആയിട്ട്, അതായത് മറ്റൊരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഭാഷയിലാണ് അയക്കുന്നത്. പക്ഷേ ഒരു ഹാക്കറിന് ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ ആക്സസിബിലിറ്റി കിട്ടുകയാണെങ്കിൽ അയാൾക്ക് വളരെ അനായാസമായിട്ട് അത് ഡീകോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇതേ ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ അതിന് തടയിടാനും നമ്മളെ കൊണ്ട് സാധിക്കും. അതിനെയാണ് ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത്. അതിലൂടെ ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ചാൽ പോലും ഡീകോഡ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള എൻക്രിപ്റ്റഡ് സന്ദേശങ്ങൾ അയക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഡാർക്ക് മാറ്ററുമായി ബന്ധപ്പെട്ട് അനവധി പഠനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ വെറും 5% മാത്രമാണ് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, നമുക്ക് കാണാൻ സാധിക്കുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന പദാർത്ഥങ്ങളുള്ളത്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ന്യൂട്രോൺ സ്റ്റാറുകളും ബ്ലാക്ക് ഹോളുകളും പൾസാറുകളും ഒക്കെ ഇത്തരം 5% വരുന്ന പദാർത്ഥങ്ങൾ മാത്രമാണ്. ബാക്കി 95% എന്താണെന്ന് നമുക്കറിയില്ല. അതിൽ തന്നെ 68% ഡാർക്ക് എനർജിയാണ്. ഡാർക്ക് എനർജി കാരണമാണ് പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് നമുക്കറിയില്ല. അവശേഷിക്കുന്ന 27% ഡാർക്ക് മാറ്ററാണ്. ഈ ഡാർക്ക് മാറ്റർ എന്താണെന്ന് നമുക്കറിയില്ല. ഡാർക്ക് മാറ്റർ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ആ പ്രതിഭാസം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡാർക്ക് മാറ്ററിനെ കണ്ടെത്താനും ക്വാണ്ടം ടണലിംഗ് നമുക്ക് ഉപയോഗിക്കാം. അതിന് വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ടൂൾ നമുക്ക് വേണം. അത്തരത്തിലുള്ള ക്വാണ്ടം ടണലിങ്ങിൻ്റെ ഒരു ടൂളാണ് ജോസഫ്സൺ ജംഗ്ഷൻ. അതിൽ പ്രധാനമായും 2 സൂപ്പർ കണ്ടക്ടേഴ്സ് ഉണ്ട്. ഈ 2 സൂപ്പർ കണ്ടക്ടേഴ്സും വളരെ വളരെ അടുത്തായിട്ടാണ് നിലകൊള്ളുന്നത്. അതിൻ്റെ ഇടയിൽ ഇൻസുലേറ്ററുമുണ്ട്, വളരെ വളരെ നേർത്ത ഒരു ഇൻസുലേറ്റർ. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതിയെ ഒരു കാരണവശാലും കടത്തിവിടാത്ത പദാർത്ഥമെന്നാണ്. ഒരു സൂപ്പർ കണ്ടക്ടറിലുള്ള ഇലക്ട്രോണിന് മറ്റേ സൂപ്പർ കണ്ടക്ടറിലേക്ക് ഈ ഇൻസുലേറ്റർ ഉള്ളതുകൊണ്ട് പോകാൻ സാധിക്കില്ലെന്നാണ് നമ്മുടെ കൺവെൻഷണൽ ഫിസിക്സ് പറയുന്നത്. പക്ഷേ ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് ക്വാണ്ടം ടണലിങ്ങിലൂടെ ഇലക്ട്രോണുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും, അപ്പുറത്തുള്ള ഇലക്ട്രോണുകൾക്ക് ഇപ്പുറത്തേക്ക് വരാനും സാധിക്കും. അത് കാരണം വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയും അവിടെ നടക്കുന്നുണ്ട്. ജോസഫ്സൺ ജംഗ്ഷൻ വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ടൂളാണ്. അതിൽ ചെറിയൊരു വ്യതിചലനം സംഭവിച്ചാൽ പോലും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് ഫ്ലോയെ അത് ബാധിക്കപ്പെടും. ഒരു ചെറിയ ഫോട്ടോണിൻ്റെ സാന്നിധ്യം ഉണ്ടായാൽ പോലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഡാർക്ക് മാറ്റർ വളരെ വളരെ വീക്ക്ലി ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പദാർത്ഥമാണെന്നാണ് തിയറിറ്റിക്കലി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ചില തിയറികൾ അനുസരിച്ച് അത് ഒരു രീതിയിലും ഇൻട്രാക്ട് ചെയ്യില്ല, എന്നാൽ മറ്റ് ചില കോൺസെപ്റ്റുകൾ അനുസരിച്ച് അല്ലെങ്കിൽ ഹൈപ്പോത്തസിസുകൾ അനുസരിച്ച് വളരെ വളരെ സെൻസിറ്റീവായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ വളരെ വളരെ ചെറിയ ഒരു സെൻസിറ്റിവിറ്റി കാരണം ഒരു ഇൻട്രാക്ഷൻ അവിടെ നടക്കുകയാണെങ്കിൽ ആ ഇൻട്രാക്ഷനെ മനസ്സിലാക്കാൻ ജോസഫ്സൺ ജംഗ്ഷന് സാധിക്കും. ഇന്ന് നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സകല സാങ്കേതിക വിദ്യയും വെറും 5% വരുന്ന നോർമൽ മാറ്റർ അല്ലെങ്കിൽ വിസിബിൾ മാറ്ററിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഡാർക്ക് മാറ്ററിനെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അതൊരു വിപ്ലവകരമായിട്ടുള്ള കണ്ടെത്തലായിരിക്കും. ഇന്ന് അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപയോഗിച്ച് നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അസാധ്യമായ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് സാധ്യമാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.